ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളായിട്ട് കുറച്ച് റെസിപ്പീസൊക്കെ പറയാനുണ്ട്. ഇന്ന് എനിക്ക് അപ്പുറത്തെ വീട്ടിലെ കൽപ്പന സ്നേഹത്തോടു കൂടി കൊണ്ടുവന്ന ഒരു ബന്ധുവും കൂടെയാണ് കൊണ്ടുവന്ന് തന്ന ചില കാര്യങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതെല്ലാം ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും എൻ്റെ വീഡിയോസൊക്കെ. അത് കാരണം എനിക്ക് ഇവിടുത്തെ ചില ഇതൊക്കെ നിങ്ങളായിട്ട് എത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. കേരളത്തിലേക്ക് എത്തിക്കണം. മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മില്ലറ്റാണ്. ഇത് കമ്പെന്ന് പറഞ്ഞ ഒരു മില്ലറ്റാണ്. അപ്പം ഇത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടിയാൽ തന്നെ എങ്ങനെ കുക്ക് ചെയ്യണം എന്നുള്ളത് നമ്മളെ ഫ്രണ്ട്സിന് പലർക്കും അവിടെ അറിഞ്ഞുകൂടാന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു ഉദ്ദേശത്തും കൂടെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഇതിലാകുമ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കൈ കിട്ടുമ്പോൾ അയച്ചുതരാം. ഞാൻ അല്ലെങ്കിൽ ചിലതൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിനേക്കാണ് ഇതാകുമ്പോൾ ആ പാകങ്ങളെല്ലാം ചെയ്ത് കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ടുള്ളതും കൂടെയാണ്. അപ്പം ഞാൻ ഇതിനകത്ത് പറയണത് ഇത് കൊത്തമരയുടെ കൊണ്ടാട്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇത് മുറുമുറാന്ന് നന്നായിരിക്കും. ഇതിൻ്റെ കൂടെ ഇതൊക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നത്. ഇത് കമ്പം സാദം, ഇത് കൊത്തമര, അതായത് അടിപൊളിയായിട്ട് നമ്മളെ മുരിങ്ങ ചീരയാണ്. മുരിങ്ങയില വെച്ചിട്ട് ഉണ്ടാക്കുന്ന വിഭവമാണ്. ഇവിടെ എല്ലാം കൂടുതൽ വെജിറ്റേറിയൻസാണ്. ഇത് പ്രോട്ടീൻ സോഴ്സാണ് മെയിനായിട്ട്. അതിനും എല്ലാം തന്നെ ഉള്ളതല്ലേ മുരിങ്ങയില. അപ്പം അതിനകത്ത് പരിപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയാൻ കാരണം. ബാക്കിയും കൂടെ പറഞ്ഞേക്കാം. ഇത് ഇവിടുത്തെ മൊച്ചക്കൊട്ട എന്ന് പറഞ്ഞതും കൂടെ ഇട്ടിട്ടാണ് പാചകം ചെയ്തിരിക്കുന്നത്. ഇതാ കത്തിരിക്കയാണ്. ഇതെല്ലാം ഇവിടെ നാടൻ ഇങ്ങനത്തേക്ക് വെച്ചിട്ടാണ് ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഒരുപാട് സ്പൈസി അല്ല കേട്ടോ ഇവിടുത്തെ ഫുഡ്. അതാണത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അതിൽ നിന്ന് വിളമ്പി വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കാണിക്കണം എന്ന് വെച്ചിട്ടാണ് അവരെനിക്കൊരു ടിഫിൻ കെറിയറിൽ സ്നേഹപൂർവ്വം തന്നിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ വാഴയിലതിൽ തന്നെ കഴിക്കണമെന്ന് പറഞ്ഞ് വാഴയിലയും കൊണ്ടുവന്നു. ഞാൻ പിന്നെ ഇവിടെ തന്നെ നമ്മളെ വീട്ടുമുറ്റത്തുണ്ട്, ഞാൻ അതിൽ നിന്ന് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. നാളെ അവർക്ക് ഞാൻ പുട്ടും കടലയും ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അവർക്കൊരു യാത്ര പോകാനുണ്ട്. അപ്പം യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും നാളെ രാത്രിക്കുള്ള ഡിന്നർ എൻ്റെ അടുത്ത് നിന്നാണ്. ഞാനിപ്പോൾ പറയാറുണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം, ഞാൻ അതും പറഞ്ഞു തരാം, ഷെയർ ചെയ്താന്നൊക്കെ പറയും. പലർക്കും പുറ്റിൻ്റെ കുറ്റിയും പിന്നെ അപ്പച്ചട്ടിയും അങ്ങനത്തെയൊക്കെ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. കേരളത്തിൽ നിന്ന് വരുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത് പണ്ട് മുതലേ ഞാൻ അതൊക്കെ ഷെയർ ചെയ്യാറുണ്ട് എല്ലാവരായിട്ടും. അത് കാരണം എനിക്കിവിടെ നല്ല സൗഹൃദങ്ങൾ, നല്ല ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഉള്ളുണ്ട്. ഞാൻ വളരെ സന്തോഷത്തിലാണ്. സ്നേഹം കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുവാണ്. നിങ്ങളിതെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്നേ ഉള്ളൂ. ഇതൊക്കെ എനിക്കിഷ്ടപ്പെട്ട വിഭവങ്ങളാണ്. അത് കുക്കിംഗ് നിങ്ങൾക്കും പഠിച്ചിരിക്കാം. നമുക്ക് ആരോഗ്യമായിട്ട് സന്തോഷമായിട്ടിരിക്കാം. ബൈ ഫ്രണ്ട്സ്, ബൈ.